നമസ്കാരം. ഉരുൾപൊട്ടൽ നാശം വിതച്ച മുണ്ടക്കൈയിലേക്ക് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ താൽക്കാലിക പാലം നിർമ്മിക്കും. ബംഗളൂരുവിൽ നിന്ന് മിലിറ്ററി എഞ്ചിനീയറിംഗ് സംഘമാണ് 330 അടി നീളത്തിലുള്ള താൽക്കാലിക പാലം നിർമ്മിക്കുക. പാലം പൂർത്തിയാകുന്നതോടെ ഒറ്റപ്പെട്ടു കിടക്കുന്ന പ്രദേശങ്ങളിൽ കൂടി രക്ഷാപ്രവർത്തനം സാധ്യമാകും. മുണ്ടക്കൈ ടൗൺ പൂർണ്ണമായും ഒലിച്ചുപോയ അവസ്ഥയിലാണിപ്പോൾ. പാലം നിർമ്മിക്കാൻ ആവശ്യമായ സാധന സാമഗ്രികൾ ഡൽഹിയിൽ നിന്നും ചെന്നൈയിൽ നിന്നും ആകാശമാർഗം കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നതായി ഡിഫൻസ് PRO അതുൽ പിള്ള പറഞ്ഞു. കണ്ണൂർ ഏഴിമലയിൽ നിന്നുള്ള നേവൽ സംഘവും പ്രദേശത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ആർമി ഡോഗ് സ്ക്വാഡും ഡൽഹിയിൽ നിന്ന് വിമാനത്തിൽ യാത്ര ആരംഭിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട് സൈനിക ക്യാമ്പിൽ ഒരു ബ്രിഗേഡിയറുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ കൺട്രോൾ റൂം ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് കരസേനയുടെ സംഘങ്ങൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടു. വായുസേനയുടെ വിമാനത്തിലാണ് ഇവർ വരിക. നിലവിൽ കണ്ണൂർ DSDയിൽ നിന്ന് എത്തിയ കരസേനയുടെ 200 അംഗങ്ങളും 3 മെഡിക്കൽ സംഘങ്ങളും പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടങ്ങി. ഒപ്പം ഭക്ഷണവും മരുന്നടക്കമുള്ള അവശ്യ സാധനങ്ങളുമായി കോസ്റ്റ് ഗാർഡിന്റെ 2 ഹെലികോപ്റ്റർ ഉടൻ തന്നെ പ്രദേശത്ത് എത്തുമെന്ന പ്രതീക്ഷയും പങ്കുവെക്കുന്നുണ്ട്. പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം 95 കടന്നു. മരിച്ചവരിൽ 10ഓളം പേരും കുട്ടികളാണ്. മേപ്പാടി ഹെൽത്ത് സെന്ററിൽ മാത്രം 48 മൃതദേഹങ്ങളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് വിവരം. അതേസമയം മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ നിരവധി ലയങ്ങൾ NDRFന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഇവിടെയെല്ലാം രക്ഷാപ്രവർത്തനം നടക്കുമെന്നും സന്നദ്ധ പ്രവർത്തകൻ KV ഷാജി പറഞ്ഞു. 3 ലയങ്ങൾ ഒലിച്ചുപോയി എന്നും ആയിരക്കണക്കിന് പേരാണ് രക്ഷാപ്രവർത്തനത്തിന് എത്തിയിരിക്കുന്നത് എന്നും ഷാജി പറഞ്ഞു. മണ്ണിനടിയിൽ നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നുമുണ്ട്. മിലിറ്ററിയും ഫയർഫോഴ്സും നാട്ടുകാരും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് രക്ഷാദൗത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നിരവധി വീടുകൾ മണ്ണിനടിയിലാണ്. പ്രത്യേകിച്ച് ലയങ്ങൾ മണ്ണിനടിയിൽ പോയിട്ടുണ്ട് എന്നും ഇതെല്ലാം കണ്ടെത്തി രക്ഷാപ്രവർത്തനം നടന്നു വരികയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. മുണ്ടക്കൈ ഭാഗത്ത് നിന്നുള്ള ചിലർ ചാലിയാറിലേക്ക് ഒലിച്ചു പോയിട്ടുണ്ട്. ചാലിയാറിൽ നിന്ന് മാത്രം കണ്ടെടുത്തത് 10 മൃതദേഹങ്ങളാണ്. മുണ്ടക്കൈ ഇപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഒരു പ്രദേശമാകെ ഒലിച്ചു പോയിരിക്കുന്നു. രാത്രി 1 മണിക്ക് ശേഷമാണ് ദുരന്തം ഉണ്ടായത്. ഉറക്കത്തിലാണ് വെള്ളം കുത്തി ഒലിച്ചെത്തിയത്. 100-ലേറെ പേർ ഇപ്പോഴും മണ്ണിനടിയിലുണ്ട് എന്നാണ് സൂചന. രക്ഷാപ്രവർത്തനത്തിന് ഏഴിമലയിൽ നിന്ന് നാവികസേന എത്തിയിട്ടുമുണ്ട്.